CPIM കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി ജി പരമേശ്വര. പെരിയ കല്യോട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും 7ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മനുഷ്യനെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം കാലഹരണപ്പെട്ടതാണെന്നും നാടിന്റെ സ്വസ്ഥത തകർക്കുകയും പുരോഗതി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പകയുടെ രാഷ്ട്രീയം CPIM അവസാനിപ്പിക്കണമെന്നും കർണാടക സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ജി പരമേശ്വര പറഞ്ഞു. ഇന്ത്യയിൽ CPIM ഭരണം നടത്തിയിടത്തെല്ലാം മനുഷ്യനോടുള്ള അസഹിഷ്ണുത മൂലം നാട്ടിൽ രക്തപ്പുഴ തീർത്തിട്ടുണ്ട്. അക്കാരണത്താൽ തന്നെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഗീയ താൽപര്യത്താൽ നാട്ടിൽ അനൈക്യമുണ്ടാക്കുന്ന BJPയും രാഷ്ട്രീയത്തിൽ മനുഷ്യനെ കൊലപ്പെടുത്തുന്ന CPIMും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും കർണാടക മന്ത്രി അഭിപ്രായപ്പെട്ടു. പെരിയ കല്യോട്ട് ശരത്ലാൽ കൃപേഷ് 7ാമത് രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The largest number of the youth population in the world in any country is India. 60% are below 40 years of age. And that's why India is called a young country. And this population is confused. Where are we heading to? Do we believe Bharatiya Janata Party who advocates Hindutva? Nothing other than Hindutva? And do we accept the secular credentials of the Congress party in this country? They are confused. And that is why in our constitution it is enshrined that you can practice any religion and faith which you believe in. രക്തസാക്ഷികളായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും പേരിൽ കല്യോട്ട് നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കർണാടക കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുമെന്നും ജി പരമേശ്വര പ്രസ്താവിച്ചു. പരിപാടിയിൽ കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ കൊലപാതകം ഈ നാടിനെ മാത്രമല്ല നടക്കിയത്, കേരളത്തെ മാത്രമല്ല നടക്കിയത്, ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴാത്ത ഒരു സംഭവം ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, കണ്ണുനീർ ധാരധാരയായി വീഴുന്ന ഒരു ഘട്ടം. അതുകൊണ്ട് ബാക്കിയുള്ള പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഈ നാടിനെ നടുക്കിക്കൊണ്ട് ഈ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും പരോള് കൊടുത്ത് ഈ നാട്ടിൽ സ്വൈരവിഹാരം നടത്താൻ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ഇത് കേവലം 70 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് ആദ്യമായി 2019 കെട്ടിവെക്കാൻ പണം തന്നത് I have conveyed the message to the Honorable Home Minister that എന്റെ ഈ പണം കെട്ടിവെക്കാൻ തന്നത് കല്യോട്ടെ അമ്മമാരാണ്. ആ അമ്മമാര് തന്ന ആ ചില്ലിക്കാശ് ഞാൻ കളക്ടറെ കൊണ്ട് എണ്ണി എടുപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആളുകളെ കൊലചെയ്യുന്ന, ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വെസ്റ്റ് ബംഗാളിലെയും ത്രിപുരയിലേതിന് സമാനമായ ഒരു സ്ഥിതി ഈ സംസ്ഥാനത്തിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പിണറായി വിജയൻ ആട്ടിപ്പായിക്കപ്പെടും. അധികാരത്തിന്റെ കസേരകളിലേക്ക് വീണ്ടും ഒരു കോൺഗ്രസ് നേതാവ്, ഗദർ ധരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഈ സംസ്ഥാനത്തിനകത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കൈ ഉയർത്തുന്ന MLA-മാരുടെ കൂട്ടത്തിൽ ഇവിടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്തം വീണ് ചുവന്ന ഈ മണ്ണിൽ നിന്ന് കൈപ്പത്തി അടയാളത്തിൽ വിജയിച്ചു പോകുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, ഹക്കീംകുന്നിൽ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, മറ്റ് കോൺഗ്രസ് നേതാക്കളായ TM സഹീദ്, ബാലകൃഷ്ണൻ പെരിയ, കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, മീനാക്ഷി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PG ദേവ്, BP പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. PV സുരേഷ്, രാജൻ പെരിയ, ധന്യ സുരേഷ്, KP പ്രകാശൻ, M കുഞ്ഞമ്പു നമ്പ്യാർ, സോമശേഖര, P കുഞ്ഞിക്കണ്ണൻ, ബലരാമൻ നമ്പ്യാർ, ലക്ഷ്മണ പ്രഭു, DMK മുഹമ്മദ് തോമസ് മാത്യു, K വാര്യാക്ഷൻ, രാജു കട്ടക്കയും, CV ഭാവനൻ, KV ഭക്തവത്സലൻ, ഉമേഷ് ബേളൂർ, VV വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.